ഉത്കണ്ഠ നിറഞ്ഞ നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് പുലർച്ചെ 2 മണിയോടെ കേരളത്തെ തേടിയ ആശ്വാസ വാർത്തയെത്തിയത്. പൂനെക്കടുത്തുള്ള ലോണേവാലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താനൂരിൽ കാണാതായ 2 കുട്ടികളെയും RPF കണ്ടെത്തി. രാത്രിയോടെ ലഭിച്ച ഫോൺ സിഗ്നലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കുട്ടികളെ തിരികെ കിട്ടിയതിൻ്റെ ആശ്വാസം പങ്കുവെച്ച് കുടുംബവും. പക്ഷെ അവള് ഈ മുടി സ്ട്രൈക്കും ചെയ്യിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ല, പിന്നെ ത്രെഡ് അയക്കല്. അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലുണ്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികളെ RPF കണ്ടെത്തിയെന്ന വിവരം അറിഞ്ഞതോടെയാണ് രക്ഷിതാക്കൾക്ക് ശ്വാസം നേരെ വീണത്. മക്കളുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. വീഡിയോ കോൾ ചെയ്തിൻ്റെ മോള് അത് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ മോളോട് ചോദിച്ചു, മോളെ പേടിക്കേണ്ട, അങ്ങോട്ട് പോര്, വിഷമിക്കൊന്നും വേണ്ട, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവള് മുഖം പൊത്തിയിട്ട് ഇതായിരിക്കുകയാണ് ചെയ്തത്. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പെൺകുട്ടികളിൽ ഒരാളുടെ കൈവശം 5 രൂപയും മറ്റേയാളുടെ കയ്യിൽ 200 രൂപയുമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കിടെ മൊബൈൽ ഫോൺ വാങ്ങി, വസ്ത്രങ്ങൾ വാങ്ങി, പൂനെയിൽ സലൂണിൽ കയറി. ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തിയെന്നു കൂടി അന്വേഷിക്കുകയാണ് പോലീസ്. കുട്ടികളെത്തിയ ശേഷം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുമെന്നും മലപ്പുറം SP R വിശ്വനാഥ് പ്രതികരിച്ചു. കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത്, പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചുവിടെത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിൻ്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ഒരു കൗൺസിലിംഗിൻ്റെ ആവശ്യം. വിദ്യാർത്ഥികളുമായി പൂനെയിൽ നിന്ന് മടങ്ങിയ പോലീസ് സംഘം നാളെ ഉച്ചയോടെ താനൂരിലെത്തും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.